മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. മുണ്ടൂർ കപ്പിപ്പാറയിൽ നിന്ന് ആക്രമണം നടന്ന സ്ഥലത്തേക്ക് CPM മാർച്ച് നടത്തി. RRT ക്യാമ്പിൽ മോണിറ്ററിംഗ് സംവിധാനമുണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്തുന്നില്ലെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നും CPM ആരോപിക്കുന്നു. ഇവിടെ 3 ദിവസമായി ആന ഇവിടെ ഉണ്ട്. RRTക്ക് വിവരമുണ്ട്. ഇന്നലെ മഴ പെയ്ത് കറണ്ട് പോയപ്പോഴാണ് ഇതൊന്നും അറിയാത്ത അമ്മയും മകനും സാധനം വാങ്ങി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കണ്ണാടൻ ചോലയിൽ അവരുടെ വീടിൻ്റെ മുമ്പിൽ 50 മീറ്റർ മുമ്പിൽ വെച്ചിട്ട് പിന്നെ ചവിട്ടി കൂട്ടിയതാണ്. ഇത് ഇന്നലെ നടന്ന സംഭവത്തിൽ സത്യത്തിൽ വനം വകുപ്പിലെ RRTയുടെ ഭാഗത്ത് നിന്ന് ഗൗരവതരമായ അനാസ്ഥയാണ്. അവർക്ക് മുമ്പിൽ ഈ വിവരമുണ്ട്, ഇവിടെ ഈ വന്യജീവി ഉണ്ട്, മഴയാണ്, നിങ്ങൾ ഇറങ്ങി വരും, അപ്പോൾ നിങ്ങൾ മാറി നിൽക്കണത് നേരത്തെയുള്ള തീരുമാനമാണ്. ഞങ്ങൾ സമരം നടത്തിയെടുത്തൊരു തീരുമാനമാണ്, അംഗീകരിച്ച തീരുമാനമാണ്. ആ തീരുമാനം അവർ വേണ്ട പോലെ നടപ്പാക്കില്ല എന്നുള്ളതാണ് ഈ പ്രശ്നം അടിയന്തരമായിട്ട്. മുണ്ടൂരിൽ ഉച്ചവരെ CPM ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് കയറംകോട് സ്വദേശി അലൻ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. വന്യജീവികളെ തുരത്താനുള്ള നടപടികൾ പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ പുതിയ മാർഗം പരീക്ഷിക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു. അവിടെ സ്ഥാപിച്ച സോളാർ ഫെൻസിംഗ് തകർത്താണ് കാട്ടാന 2-3 കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും അത് സംഭവിച്ചിരിക്കുക. ആ പ്രശ്നം ഗൗരവത്തിൽ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി സ്വീകരിക്കുന്നതിന് ഗവൺമെന്റിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കളക്ടറുടെ റിപ്പോർട്ട് കൂടി തേടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ കൂടുതൽ RRTകളെ മണ്ണാർക്കാട് നിന്നും നെന്മാറയിൽ നിന്നും അവിടത്തേക്ക് എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ആനകൾ ഇപ്പോൾ കാട്ടിനകത്താണുള്ളത്. അവരെവിടെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്, ആനകളെ കണ്ടെത്തിയിട്ടുണ്ട്. അത് എത്രയും വേഗം ഒന്നുകിൽ അവർ ഉൾവനത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ അവരെ പിടികൂടി മറ്റേതെങ്കിലും സുരക്ഷിത മേഖലയിലേക്ക് അയക്കുക എന്ന കാര്യമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ മാറാൻ പോകുന്നത് ഹാങ്ങിങ് സോളാർ ഫെൻസിങ്ങിലേക്കാണ്. കാരണം ഇങ്ങനെ ആനകളെ ചവിട്ടി പൊട്ടിക്കുന്നത് കൊണ്ടാണ്. വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ നമ്മൾ നടത്തുന്ന ശ്രമങ്ങളൊന്നും തന്നെ അത് പൂർണ്ണമായ ഒരു പ്രതിഫലനം ഉണ്ടാകുന്നില്ല. അതേസമയം വനപാലകർക്ക് മാത്രം പ്രശ്നത്തിന് പരിഹാരം കാണാനാകില്ലെന്നായിരുന്നു A പ്രഭാകരൻ MLA, സ്ഥലം MLAയുടെ പ്രതികരണം. മണ്ഡലത്തിലാണെങ്കിൽ വാളയാർ മുതൽ കല്ലടിക്കോട് പോയി നടന്ന സംഭവത്തിന്റെ അടുത്താണ് കല്ലടിക്കോട്. അതുവരെ ഈ വന്യങ്ങളുടെ കടന്നാക്രമണം വരികയാണ്. ഇത് നിയമസഭയിൽ പലതവണ ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നെ നിയമസഭയിൽ എന്താന്ന് മണ്ഡലത്തിൽ വല്ല വന്നിട്ട് കളിയാക്കുന്നത് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോ ഈ നമ്മുടെ ഈ കപ്പി കെട്ടുന്നത് കൊണ്ടൊന്നും ഇപ്പോ സോളാർ ഫെൻസിങ് കൊണ്ടൊന്നും ഇത് തടസ്സപ്പെടുത്താൻ കഴിയില്ല. ജനവാസ കേന്ദ്രങ്ങളിൽ സ്ഥിര താമസമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വന്യമൃഗങ്ങൾ. അപ്പോൾ അതാ ഈ പുതുച്ചേരി പഞ്ചായത്തിൽ ഇതുപോലെ ഉണ്ടായി. ആ സ്കൂളിനകത്ത് വന്ന് അതിന്റെ എല്ലാ മധുരയിലെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് എത്തുമ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്. ഉടൻ തന്നെ CFOനെ വിളിച്ചു. അപ്പൊ അദ്ദേഹം ആവശ്യമായ ഞങ്ങള് ഇനി ഒരു അപകടം കൂടി ഉണ്ടാകാനുള്ള മുൻകരുതൽ എടുക്കാതിരുന്നാൽ ആർക്കും നമുക്ക് എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ഫോറസ്റ്റ് മിനിസ്റ്ററെ വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം വേണ്ടതൊക്കെ ചെയ്യാൻ ഈ ഫോറസ്റ്റിന്റെ മാത്രം സഹായം കൊണ്ട് കഴിയില്ല, ഞാൻ പോലീസിന്റെ സഹായവും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അറിയിച്ചത്. എന്തായാലും ഇതൊരു തീരാ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വന്യമൃഗങ്ങളുടെ ശല്യം. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ മനസമാധാനത്തോടുകൂടി ജനങ്ങൾ കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി ഉള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എന്നാൽ ആകുന്ന കാര്യം ഈ കാര്യത്തിൽ ഇടപെടും. ഇനിയിപ്പോ ആശുപത്രിക്ക് പോവുകയാണ്, അത് ഒന്ന് പോകണം. അമ്മയും ആശുപത്രിയിലാണ്. അപ്പോ ഒരു വല്ലാത്ത പ്രശ്നം ഇത് നാളെയും ഉണ്ടായിക്കൂടായികയില്ല. ഇത്തരം പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ആവശ്യമായ നടപടി കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റിന്റെ പരിമിതി ഉണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ മറുപടി. എന്തായാലും ഇതൊരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കും. ഞങ്ങള് എന്നുള്ളത് എന്തായാലും പോകാൻ നിൽക്കുകയാണ്. സ്ഥലം MLA ആണ് പ്രതികരിച്ചത്. പാലക്കാട് DFO ഓഫീസിലേക്ക് BJPയുടെ മാർച്ച് അല്പസമയത്തിനകം നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. പാലക്കാട് ജില്ലാ കളക്ടർ G. പ്രിയങ്ക വിളിച്ച യോഗം അല്പസമയത്തിനകം തുടങ്ങും. ഷംന,
ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അതിനു മുൻപ് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. വാക്കുകളിലേക്ക്. കേരളത്തിൽ വ്യാപകമായിട്ട് മലയോര മേഖലകളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ചോളം മുണ്ടൂർ മുതൽ വാളയാർ വരെയുള്ള ഈ മേഖലയിൽ വലിയ തോതിലാണ് ജനങ്ങൾക്ക് കൃഷിനാശവും അതുപോലെ തന്നെ ജീവനും അപായം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 12ാമത്തെ 13ാമത്തെ ആളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഈ മുണ്ടൂർ മുതൽ വാളയാർ വരെയുള്ള ബെൽറ്റിൽ മരിക്കുന്നത്. ഇതിനു പുറമെയാണ് അട്ടപ്പാടി മേഖലയിൽ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയില്ല. ഫെൻസിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് പ്രതിഷേധമുയർന്ന സമയത്ത് ഉറപ്പ് കൊടുക്കുക എന്നല്ലാതെ യാതൊരുവിധ നടപടിയില്ല. RRT ടീമുണ്ട് എന്നാ പറയുന്നത്, പക്ഷെ അവര് യാതൊരുവിധ അറിയിപ്പും കൊടുത്തിട്ടില്ല. ഇതിനെല്ലാം വേണ്ട നടപടി എടുക്കേണ്ട ഭരണപക്ഷം CPM ഇന്ന് മുണ്ടൂർ പഞ്ചായത്തിൽ ഹർത്താൽ നടത്തുക. തികച്ചും അപഹാസ്യമായിട്ടുള്ള നിലപാടാണ് കേരളം ഭരിക്കുന്ന മുന്നണിയുടെ പ്രധാന ഘടകകക്ഷിയുടെ ഭാഗത്തുനിന്ന്. ഇതെല്ലാം തടയാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ്. ഇതിനുള്ള പ്രതിവിധി കാണാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ്. കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികളുണ്ട് ഇതിനായിട്ടുള്ള വന്യജീവി ആക്രമണം തടയാനുള്ള, വന്യജീവി സംഘർഷം ഒഴിവാക്കാനുള്ള പദ്ധതികളുണ്ട്. പക്ഷെ കേരളം അതിൽ നടപ്പാക്കുന്നതിൽ വലിയ പരാജയമാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇക്കഴിഞ്ഞ ദിവസം തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു കണക്ക് പുറത്തു വിട്ടു. അവർ റെയിൽവേയുമായി ചേർന്ന് ആ പ്രദേശത്ത് കാട്ടാനയുടെ റെയിൽവേ ട്രാക്ക് ക്രോസിംഗിനെ സംബന്ധിച്ച് നടക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. 5000-ലധികം ക്രോസിംഗാണ് അവർക്ക് ഫലപ്രദമായിട്ട് റെയിൽവേ ട്രാക്ക് തടയാനുള്ള കാട്ടാനയുടെ ശ്രമം തടയാൻ പറ്റിയിട്ടുള്ളത്. അതിന് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം ആധുനിക AI സംവിധാനം ഉപയോഗിച്ച്. പക്ഷെ അതേ സമയത്ത് വാളയാറിനിപ്പുറത്ത് 6ഓളം കാട്ടാനകൾ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്ന സമയത്ത് ട്രെയിൻ ഇടിച്ചു മരിച്ചു. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിക്കാനാണ്. അവിടെ വനത്തിനുള്ളിൽ കാട്ടാനകൾക്ക് വെള്ളം കൊടുക്കാനുള്ള വെള്ളം ലഭിക്കാനുള്ള താൽക്കാലിക തടയണകൾ ഉണ്ടാക്കി അതിലെ ടാങ്കർ ലോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം നൽകുന്നു. അവർക്ക് തീറ്റ ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. ഇതെല്ലാം തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ നടക്കുന്ന സമയത്ത് കേരളം ഈ കാര്യത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെ പ്രതിഷേധമുയരുന്ന സമയത്ത് താൽക്കാലികമായിട്ട് മരണപ്പെടുന്ന കുടുംബങ്ങൾക്ക് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ആശ്വാസം കൊടുത്തുകൊണ്ട് ജനങ്ങളെ എല്ലാ കാലത്തും ദുരിതത്തിലാക്കുക. ആ മുണ്ടൂർ മുതൽ വാളയാർ വരെയുള്ള മലയോര മേഖലയിലെ കൃഷി പൂർണ്ണമായിട്ട് ആളുകൾ ഉപേക്ഷിച്ചിരിക്കുക. ഏക്കർ കണക്കിന് കൃഷിയാണ് അവിടെ ജനങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നത്. ഈ കിൻഫ്രയും മറ്റും സ്ഥലം ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന സമയത്ത് ജനങ്ങൾ വില പോലും നോക്കാതെയാണ് കിൻഫ്രയ്ക്ക് സ്ഥലം കൈമാറുന്നത് കഞ്ചിക്കോട്, പുതുശ്ശേരി ഭാഗങ്ങളിൽ. കാരണം ഈ വന്യമൃഗ ശല്യം കാരണമാണ്. അവർക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഏതായാലും പ്രതിഷേധം അവിടെ തുടരുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഷംന വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. ഷംന, ഇന്നലെ വൈകുന്നേരമാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. ഈ യുവാവിൻ്റെ അമ്മയും പരിക്കേറ്റ ചികിത്സയിലാണ്. എന്താണ് ജനങ്ങളുടെ ഒരു വികാരം ഇതുമായി ബന്ധപ്പെട്ട്? ഒരുപാട് പരാതികളുണ്ടായിരുന്നു, പക്ഷേ പരിഹാരമുണ്ടായില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ വനം വകുപ്പും പഞ്ചായത്തുമൊക്കെ എന്തെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, അല്പസമയത്തിനകം കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരും. അതിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിഷേധം കണക്കുകയാണ്. ഈ ആശുപത്രിയിൽ അലന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഉള്ളത്. ഈ മൃതദേഹം ഏറ്റുവാങ്ങണമെങ്കിൽ തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു തരണമെന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. കാരണം നിരന്തരമായി കാട്ടാന സാന്നിധ്യം ഉണ്ടായിരുന്നു, വന്യജീവി ആക്രമണം ഉണ്ടായിരുന്നു. അത് ചൂണ്ടിക്കാട്ടി പലതവണ പരാതി നൽകിയതാണ്. ഈ പരാതികൾ ഒരു ഘട്ടത്തിൽ പോലും ഗൗരവത്തോടെ എടുക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്, ഒരാളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇനി ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഈ കാട്ടാന ശല്യവും മറ്റ് വന്യജീവി ആക്രമണവും ഇല്ലാതാക്കാൻ ശാശ്വതമായ ഒരു പരിഹാരം കാണണം. ഒപ്പം തന്നെ ഈ അലന്റെ അമ്മയുടെ ചികിത്സക്കായുള്ള ധനസഹായം നൽകണം, കുടുംബത്തിന് മറ്റ് ധനസഹായം നൽകണം എന്നൊക്കെ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ നാട്ടുകാരും കുടുംബക്കാരും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. ഇതിൽ ഒരു മറുപടി കൃത്യമായി കിട്ടുന്നത് വരെ ഈ അലന്റെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.
ഒപ്പം തന്നെ പ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം, അത് രാഷ്ട്രീയ പാർട്ടി പോലും നോക്കാതെ പ്രതിഷേധത്തിന് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ ഇപ്പോൾ CPM ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെയാണ്. അതിന്റെ മുന്നോടിയായി ഈ പ്രദേശത്ത് മാർച്ച് നടന്നിരുന്നു, പ്രതിഷേധ മാർച്ച് നടന്നിരുന്നു. ഒപ്പം തന്നെ BJP ഇപ്പോൾ 10 മണിക്ക് DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തും എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും എല്ലാവരും ഒന്നിച്ച് പ്രതിഷേധത്തിന് ഇറങ്ങുകയായിരുന്നു. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി, അതായത് നമുക്ക് ലഭിച്ച ദൃശ്യങ്ങൾ നിന്നടക്കം വ്യക്തമാണ്, കഴിഞ്ഞ ദിവസം രാത്രി 3 ആനകളാണ് പ്രദേശത്ത് ഉണ്ടായിരുന്നത്. ഇതിനു മുൻപ് തന്നെ ഈ ആനകൾ സ്ഥിരമായി ഈ പ്രദേശത്ത് ഈ കണ്ണാടൻ ചോലയ്ക്ക് സമീപത്ത് വെച്ചാണ് കാട്ടാന ആക്രമണം ഉണ്ടാവുന്നത്. ഈ മേഖല വനത്തോട് ചേർന്നുള്ള മേഖലയാണ്, പക്ഷെ അതേസമയം ജനവാസ മേഖലയാണ്. ഈ കൊല്ലപ്പെട്ട അലന്റെയും വിജിയുടെയൊക്കെ വീട് ഈ കണ്ണാടൻ ചോലയ്ക്ക് ഏകദേശം 50 മീറ്റർ അകലെയാണ്. ഈ മേഖല എന്ന് പറയുന്നത് ഇത്തരത്തിൽ ജനവാസ മേഖലയാണ്, കൃഷി മേഖലയാണ്. ഇവിടെ ഈ കാട്ടാന സാന്നിധ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നിരന്തരം പരാതി നൽകിയിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഇത് വനം വകുപ്പോ അധികൃതരോ കൃത്യമായി ഗൗരവത്തോടെ എടുത്തില്ല. ജനങ്ങൾക്ക് വേണ്ടത്ര ഒരു മുന്നറിയിപ്പ് നൽകിയില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഒപ്പം തന്നെ നാട്ടുകാർ പറയുന്നത് ഈ കാട്ടാന സാന്നിധ്യം ഉണ്ട്, അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പ് പാലിക്കണം, ഒരു ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു ദാരുണമായ തീർച്ചയായും അതാണ്. ഏതായാലും നാട്ടുകാരുടെ വലിയ പ്രതിഷേധം ഇവിടെയുണ്ട്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രതിഷേധ രംഗത്താണ്. BJPയുടെയും CPMന്റെയും പ്രതിഷേധം നടക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പാണ് ഇപ്പോൾ വനമന്ത്രി നൽകിയിരിക്കുന്നത്. ഇതിനു മുൻപും സമാനമായ പല സംഭവങ്ങളും നമ്മുടെ വന അതിർത്തികളിൽ സംഭവിക്കുകയും ജനത്തിൻ്റെ സ്വൈരജീവിതം വല്ലാതെ ബാധിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വീണ്ടും ആവർത്തിക്കുകയാണ് ഈ ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ.